രാവിലെ സാരിയൊക്കെ ഉടുത്ത് സ്റ്റോറിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അപ്പഴാ ഇൻബോക്സിൽ ഒരു നിം ഒരു പെയ്ഡ് കൊളാബിന്റെ ഓഫർ ആന്നേ. പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ ആയിപ്പോയി. ഞാൻ അവരോട് റിപ്ലൈ ചെയ്ത് ചോദിച്ചു, വെറും 1000 ഫോളോവേഴ്സ് ഉള്ള എനിക്ക് എന്തിനാപ്പ ഈ പെയ്ഡ് കൊളാബിന്റെ ഒക്കെ ഓഫർന്ന്. അവര് പറയാ എന്റെ കണ്ടന്റ് കാണുമ്പോ ഒരു ജെനുവിനിറ്റി ഒക്കെ തോന്നുന്നു. ഹൈ, അത് തോന്നലല്ല ഹേ, ഞാൻ ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് എനിക്കൊരു കണ്ണാടി പോലെയാണ്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെ അത്രയും തെളിമയോടെയും സത്യസന്ധതയോടെയും തുറന്ന രീതിയിലും ഒക്കെയാണ് ഇവിടെ എന്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. അതുകൊണ്ട് തോന്നുന്ന ജെനുവിനിറ്റി കാപട്യമല്ല, സത്യം മാത്രമാണ്. അപ്പൊ അവര് പറഞ്ഞു അതാണ് എന്റെ USP എന്ന്. ദൈവമേ, ഈ USP എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ട അവസ്ഥയായിപ്പോയി എനിക്ക്. പക്ഷെ അവര് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ. അതായത് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഏത് സർവീസ് യൂസ് ചെയ്താലും കൊടുക്കുന്ന കാശിന് ഇത് കൊള്ളാം, ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ വേറിട്ടൊരു ശബ്ദമാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന്. ശരിക്കും ബാക്കിയുള്ളവർ ഈ പെയ്ഡ് കൊളാബൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊരു കൊതിയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഷടാ, നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അതുകൊണ്ട് വന്ന ഓഫർ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതിനോടൊപ്പം ഈ കഴിഞ്ഞ 45 ദിവസത്തെ എൻ്റെ ജേർണി ഫോളോ ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫാമിലിയിലേക്ക് വന്നു ചേർന്ന് നിങ്ങളെല്ലാവർക്കും ഞാനൊരു ഉറപ്പ് തരുന്നു. ഞാൻ ഒരിക്കലും നല്ലതല്ലാത്ത ഒന്നിനെ നല്ലത് എന്ന് കാശ് മേടിച്ചുകൊണ്ട് പറയില്ല. ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂസ്, നല്ല പ്രോഡക്റ്റും സർവീസും ആണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. ചില പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒരു 3 ആഴ്ച ഉപയോഗിച്ചാലായിരിക്കും അതിൻ്റെ റിസൾട്ട് കാണുക. അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ആ പറഞ്ഞ കാലയളവിൽ ഉപയോഗിക്കാതെ ഒരു ദിവസം മാത്രം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് കിട്ടിയ ഉടനെയോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അവനവനോട് തന്നെ കള്ളത്തരം കാണിക്കുന്നത് പോലെയല്ലേ? അത് വേണ്ട. നിങ്ങളിൽ ആരെങ്കിലും എന്നെ എന്തെങ്കിലും കാണുമ്പോൾ എന്നോട് ഒരുപാട് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഇടപഴകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ നിന്റെ സജഷൻ കാരണം എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി എന്ന് ആരും പറയാൻ പാടില്ല. അതുകൊണ്ട് വീണ്ടും പറയുന്നു, സത്യമായ കാര്യങ്ങൾ മാത്രമേ ഈ പേജിൽ പറയുള്ളൂ. നമ്മൾ മനുഷ്യര് സഹജീവികളോടും അവനവനോടെങ്കിലും മിനിമം അത്രയെങ്കിലും മര്യാദ, സത്യസന്ധത ഒക്കെ കാണിക്കണ്ടേ? അപ്പോൾ ഇനി സ്മോൾ ബിസിനസ്സസ് ഒക്കെ വരി വരിയായിട്ട് വന്ന് ക്യൂവിൽ നിന്നാട്ടെ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ടാറ്റ, ബൈ.